ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് പറയാനുള്ളത് പമ്പ്സിൻ്റെ 2 ടൈപ്പാണെന്ന് പറഞ്ഞു. റെസിപ്രോക്കേറ്റിംഗ് പമ്പും സെൻട്രിഫ്യൂഗൽ പമ്പും. അപ്പോൾ അതിലുള്ള ടൈപ്പുകളാണ് ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു 2 ടൈപ്പ് എല്ലാവരും ഒന്ന് ഓർമ്മിച്ച് വെക്കുക. എക്സാമിന് ഏതെങ്കിലും ഒരു ടൈപ്പാണ് ചോദിക്കുക. അധികം 10 മാർക്കിന് ചോദിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പമ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫിഗർ വരയ്ക്കുക, ഓരോ പാർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, ഫൈനലി അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി ഓരോ ടൈപ്പായിട്ട് നമുക്ക് നോക്കാം. ഇതിൽ പറയുന്നത് എന്താണ്? പമ്പ്സ് ആർ ഹൈഡ്രോളിക് മെഷീൻ വിച്ച് കൺവേർട്ട് ദ മെക്കാനിക്കൽ എനർജി ഇൻ ടു ഹൈഡ്രോളിക് എനർജി. അല്ലേ? പമ്പ് എന്ന് പറയുന്ന ഒരു ഹൈഡ്രോളിക് മെഷീനാണ് അല്ലേ? അവിടെ എന്ത് എനർജി കൺവേർഷനാണ് നടക്കുന്നത്? മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് എനർജി ആയിട്ടാണ് മാറ്റുന്നത് അല്ലേ? അപ്പം മെക്കാനിക്കൽ എനർജി എങ്ങനെയാണ് കിട്ടുന്നത്? ഇലക്ട്രിക്കൽ എനർജീനെ നമ്മൾ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുകയും മെക്കാനിക്കൽ എനർജീനെ നമ്മൾ ഹൈഡ്രോളിക് എനർജി ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, പമ്പ് സെറ്റിലേക്ക് നമ്മൾ ഇലക്ട്രിക് എനർജി സപ്ലൈ ചെയ്തിട്ട് ആ ഇലക്ട്രിക് എനർജി ഉപയോഗിച്ചിട്ടാണ് ഇതിലൊരു റൊട്ടേഷൻ മോഷൻ കിട്ടുന്നത് അല്ലേ? ആ റൊട്ടേഷൻ മോഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ താഴെയുള്ള വെള്ളത്തിനെ മുകളിലോട്ടേക്ക് എത്തുന്നത്. അപ്പം 3 എനർജി കൺവേർഷൻ വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ എനർജിയെ എന്താക്കി മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജിയെ ഇവർ മെക്കാനിക്കൽ എനർജിയായി മാറ്റുകയും മെക്കാനിക്കൽ എനർജിയെ ഇവർ ഹൈഡ്രോളിക് എനർജിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓർമ്മിച്ച് വെക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. അടുത്ത് പറയുന്നത് പമ്പ് ഈസ് ജനറലി യൂസ്ഡ് ഫോർ റേസിങ് ലിക്വിഡ് ഫ്രം ലോ ലെവൽ ടു ഹൈ ലെവൽ. നമുക്കറിയുന്ന പോയിൻ്റാണ് അല്ലേ? പമ്പ് പൊതുവെ ഉപയോഗിക്കുന്നത് ലോ ലെവലിൽ നിന്ന് വെള്ളം മുകളിലോട്ടേക്ക് ഹൈ ലെവലിലേക്ക് പമ്പ് ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ടാണ് പമ്പ് ഉപയോഗിക്കുന്നത്, മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ വേറെ ഫംഗ്ഷൻ, ഇപ്പം കൃഷി ആവശ്യങ്ങൾക്കൊക്കെ പമ്പ് സെറ്റ് ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് വേറൊരു ടൈപ്പും ഉണ്ട്. പക്ഷെ മെയിനായിട്ട് നമ്മൾ കാണുന്നതും മെയിനായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ എന്താണ്? ലോ ലെവലിൽ നിന്നുള്ള വെള്ളം ഹൈ ലെവലിലേക്ക് പമ്പ് ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ടൈപ്പ് നോക്കാം അല്ലേ? സെൻട്രിഫ്യൂഗൽ പമ്പാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ടത്, നമ്മളെ വീട്ടിലുള്ള കിണറ്റിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന പമ്പ് ഏത് ടൈപ്പാണെന്നുള്ളത്. അതൊരു സെൻട്രിഫ്യൂഗൽ ടൈപ്പ് പമ്പാണ്. നമ്മൾ ഈ പറയാൻ പോകുന്ന ഫസ്റ്റ് ടൈപ്പ് പമ്പാണ് സെൻട്രിഫ്യൂഗൽ പമ്പാണ്, നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ്. ഓക്കെ. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഫിഗർ സൈഡിൽ റൈറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അപ്പോൾ ഞാനൊരു വീഡിയോ പറയുന്ന ടൈമിൽ ജസ്റ്റ് എല്ലാവരും ഇതൊന്ന് പോസ് ചെയ്തിട്ട് ഈ ഒരു പമ്പ് സെറ്റിൻ്റെ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഈ ഒരു ഫിഗർ നിങ്ങൾ വരച്ചെടുക്കാൻ ശ്രമിക്കണം. കാരണം എക്സാമിന് ഇതേപോലത്തെ ഒരു ഫിഗർ വരച്ചിട്ട് വേണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. ചുമ്മാ നിങ്ങളൊരു പമ്പിൻ്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞ് പോകുന്നതിലല്ല, ഒരു ഫിഗർ വെച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് വാല്യൂ ചെയ്യുന്ന ആൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഫിഗർ എന്തായാലും എല്ലാത്തിലും വേണമെന്ന് പറയാൻ കാരണം. ഈ ഒരു ഫിഗർ നോക്കുക, എന്തൊക്കെ പാർട്ടുകളാണ് ഇതിലുള്ളത്. ജസ്റ്റ് ഞാൻ സൂമാക്കി കാണിച്ചു തരാം. നമുക്ക് താഴെ നിന്ന് തുടങ്ങാം. അപ്പോൾ താഴെ നമുക്ക് പറയാം എന്താണ്? ഇപ്പോൾ താഴെ ഈ ഒരു വെള്ളത്തിൻ്റെ ഇതെന്ന് പറയുന്നത് കിണറ്റിലുള്ള വെള്ളമാണെന്ന് കൂട്ടിക്കാം, സംഭവമാണ് അല്ലേ? അപ്പോൾ അതിലൊരു സക്ഷൻ പൈപ്പ് ഉണ്ട്. നമുക്കറിയാം, കിണറ്റിൽ താഴേക്കൊരു പൈപ്പ് ഇറക്കി വെക്കുന്നുണ്ട്. ആ പൈപ്പിനെ സക്ഷൻ പൈപ്പ് എന്ന് പറയാം. ആ സക്ഷൻ പൈപ്പിൻ്റെ എൻഡിലാണ് ഫുഡ് വാൾവ് ഉണ്ടാവും. ഫുഡ് വാൾവ് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ആ ഒരു താഴേക്ക് ഇറക്കി വെച്ച പൈപ്പിലാണ് ഫുഡ് വാൾവ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതിൻ്റെ താഴെ ഒരു സ്ട്രെയിനർ ഉണ്ടാവും. സ്ട്രെയിനർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ കിണറ്റിലുള്ള കച്ചറകൾ മീൻസ് കല്ലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, കല്ലും ചളിയും ഇതൊക്കെ ഈ ഒരു പമ്പ് സെറ്റ് വലിച്ച് മുകളിലോട്ടേക്ക് അല്ലെങ്കിൽ നമ്മൾ ടാങ്കിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫിൽറ്റർ പോലെ വർക്ക് ചെയ്യുന്നതാണ് സ്ട്രെയിനർ എന്ന് പറയുന്ന പറയും. സ്ട്രെയിനർ ഏതാണ്ട് ഒരു ഗ്രിൽ ടൈപ്പ് ആയിരിക്കും, ഗ്രില്ല് പോലെ ഉണ്ടാവും. ഒരു ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു സ്ട്രെയിനർ എന്ന് പറയുന്ന പാർട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ്, കല്ലും അങ്ങനത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും മുകളിലോട്ടേക്ക് പമ്പ് ചെയ്ത്
കയറാതിരിക്കാൻ വേണ്ടി, വെള്ളത്തിലൂടെ ഇതൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രെയിനർ ഉപയോഗിക്കുന്നത്. സ്ട്രെയിനറിന് കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് വാൾവ് വരിക. ഫുഡ് വാൾവ് എന്ന് പറഞ്ഞാൽ ഒരു വൺ സൈഡ് ഓപ്പൺ ചെയ്യുന്ന വാൾവാണ്. വെള്ളം മുകളിലോട്ടേക്ക് പമ്പ് ചെയ്ത് കയറ്റുമ്പം വെള്ളം മുകളിലോട്ടേക്ക് സക്ക് ചെയ്തെടുക്കുന്ന ടൈമിന് എന്ത് സംഭവിക്കും? ഈ ഒരു ഫുഡ് വാൾവ് മുകളിലോട്ടേക്ക് ഓപ്പൺ ചെയ്യും. കാരണം ആ ഒരു വാക്യൂം പ്രഷർ കൊണ്ട് മുകളിലോട്ടേക്ക്, ആ ഒരു സക്ഷൻ പ്രഷർ കൊണ്ട് മുകളിലോട്ടേക്ക് ഈ വാൾവ് ഓപ്പൺ ചെയ്യും. പക്ഷെ നമ്മൾ മോട്ടർ ഓഫായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പമ്പ് സെറ്റ് ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വെള്ളം മുകളിലോട്ടേക്ക് വലിച്ചെടുക്കാത്തൊരവസ്ഥ വരികയും, പക്ഷേ ആ ഒരു സക്ഷൻ പൈപ്പിൻ്റെ ഉള്ളിലുള്ള വെള്ളം താഴേക്ക് ഡ്രെയിൻ ചെയ്ത് പോവാതെ സംരക്ഷിക്കുന്നതും ഈ ഒരു ഫുഡ് വാൾവാണ്. ഫുഡ് വാൾവ് നിങ്ങൾ കാണുന്നുണ്ടോ? ആടെ ഒരു ഫിഗറിൽ കാണുന്നുണ്ടാകും, ഒരു ലിവർ പോലെ, അല്ലെ ഒരു പ്ലേറ്റ് പോലത്തെ. ആ പ്ലേറ്റ് മുകളിലോട്ടേക്ക് മാത്രമേ ഓപ്പൺ ചെയ്യൂ. വെള്ളം മുകളിലോട്ടേക്ക് വലിച്ചെടുക്കുമ്പോൾ എന്താണ്, ഇത് മുകളിലോട്ടേക്ക് ഓപ്പൺ ചെയ്ത് വെക്കും. പക്ഷെ താഴോട്ടേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു വാൾവിൻ്റെ ആ ഒരു ഭാഗം താഴേക്ക് വന്ന് അടഞ്ഞു നിൽക്കും. ഇപ്പം മുകളിലുള്ള വെള്ളം, സക്ഷൻ പൈപ്പിലുള്ള വെള്ളം താഴേക്ക് ഡ്രെയിൻ ചെയ്ത് പോകില്ല. ഓക്കെ, അപ്പോൾ ഇത് സമ്പിലേക്ക് നമ്മൾ ഇറക്കി വെക്കുകയാണ്, ഫുള്ളി താഴേക്ക് നമ്മൾ ഇറക്കി വെക്കുകയാണ് ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കിണറ്റിലൊക്കെ ആ ഒരു പൈപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ എന്താണ് നോക്കുക, അത് നേരെ എവിടെയൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാവും? സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ സെൻട്രൽ ഭാഗത്തേക്കായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകാം. അതിനെന്താണ് നമ്മൾ പറയുന്നത്? ഐ ഓഫ് ദ പമ്പ് എന്ന് പറയും അല്ലേ? ഐ ഓഫ് ദ പമ്പ് എന്നാണ് ആ സെൻട്രൽ ബാത്തിനെ പറയുന്നത്. ആ സെൻട്രൽ ബാത്തിന് ചുറ്റും എന്താ, ഇമ്പലർ ഉണ്ട്. നോക്കണേ, ഇമ്പലർ ഉണ്ട്. അതിനെ കവർ ചെയ്തിട്ട് ഒരു കേസിങ് ഉണ്ട്. കണ്ടിട്ടുണ്ടോ? എല്ലാവരും കേസിങ് കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ഉള്ളിൽ ഇമ്പലർ അങ്ങനെ അധികം കാണാൻ പറ്റില്ല, കാരണം ചില കേസിങ്ങുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, കേസിങ്ങിൽ ഒരു സൈഡ് മുകളിലോട്ടേക്ക് ഓപ്പൺ ചെയ്തതായിട്ട് കാണാൻ പറ്റും. അത് ഡെലിവറി പൈപ്പ് വരെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ അവിടെ ഒരു ഡെലിവറി വാൾവ് ഉണ്ട്. വാൾവ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളം മുകളിലോട്ടേക്ക് പമ്പ് ചെയ്ത് വിടാം. ഓക്കെ, അതേപോലെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ഇമ്പലർ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇമ്പലറിൻ്റെ റൊട്ടേഷൻ വരുന്നത് അല്ലേ? അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമുക്കുള്ളത്. സമ്പുണ്ട്, അതിലൊരു സക്ഷൻ പൈപ്പുണ്ട്, പൈപ്പിൻ്റെ താഴെ സ്ട്രെയിനർ, ഫുഡ് വാൾവ്, അതൊരു ഐ ഓഫ് ദ പമ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇമ്പലറുണ്ട്, ഇമ്പലറിന് ചുറ്റും കേസിങ് ഉണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഡെലിവറി പൈപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഫിഗറിലുള്ളത്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ വർക്കിംഗ്, ഇതിൻ്റെ ഒരു ഫിഗർ നിങ്ങളെല്ലാവരും പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പം നമ്മൾ വീട്ടിലുള്ളൊരു പമ്പുമായിട്ട് നിങ്ങൾ തട്ടിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണും അല്ലേ, ഇതേപോലെ ഒരു ഇമ്പലർ ടൈപ്പ് മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യും. അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് എന്തുണ്ടാകുക, ഇലക്ട്രിക് മോട്ടോർ ഉണ്ടാകുക. ആ മോട്ടോറിൻ്റെ സെൻറ്റർ ഷാഫ്റ്റ് ഈ ഒരു ഇമ്പലറുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ സെൻറ്റർ കാണുന്ന ഷാഫ്റ്റും നേരെ മോട്ടോറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകുക. മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കും, ഈ ഒരു ഷാഫ്റ്റിൻ്റെ മുകളിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഇമ്പലർ റൊട്ടേറ്റ് ചെയ്യും. ഇമ്പലറും ഈ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. അവിടെ ഒരു മോഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് എന്താണ്, ഈ താഴെ സക്ഷൻ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം നേരെ സെൻറ്ററിലൂടെ ഈ ഇമ്പലറിലൂടെ പുറമേക്ക് വരും, കേസിങ്ങിലേക്ക് വന്ന് ഇങ്ങനെ നിറയും. അപ്പം എന്താണ്, ഇവിടെ ഈ ഒരു ഇമ്പലർ റൊട്ടേറ്റ് ചെയ്യുന്നതിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഇമ്പലറിൻ്റെ ഷേപ്പ്. അത് ആ ഒരു ഷേപ്പ് കൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തെ മുകളിലോട്ടേക്ക് അടിച്ച് പമ്പ് ചെയ്ത് കയറ്റുകയാണ് ചെയ്യുക. ആ ഒരു ഹൈ പ്രഷറിൽ അടിച്ച് മുകളിലോട്ടേക്ക് കയറ്റുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്ക്, നമ്മൾ ഇമ്പലറിൻ്റെ ഷേപ്പ് നിങ്ങൾ കാണുന്നുണ്ട് ഈ ലെഫ്റ്റ് സൈഡിലെ ഫിഗറിൽ. ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ ഫിഗർ നിങ്ങൾ കാണുന്നുണ്ടാവും. എന്താണ്, ഇമ്പലർ കാണുന്നുണ്ടാവും അല്ലേ? സെൻറ്റർ ഷാഫ്റ്റ്, അതിൻ്റെ മുകളിൽ ഇമ്പലർ സെറ്റ് ചെയ്തിട്ട് കാണുന്നുണ്ടാവും. ഇമ്പലർ എന്ന് പറഞ്ഞാൽ കുറേ നമ്മൾ ഈ ഫാനിൻ്റെ ബ്ലേഡ് പോലത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പ് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ നോക്കുക, ഫ്ലൂയിഡ് ഇൻ വരുന്നത് ഇവിടെ നിന്നാണ്, സെൻറ്ററിലൂടെയാണ് വെള്ളം ഉള്ളിലേക്ക് കയറി വരുന്നത്. ആ ഉള്ളിലേക്ക് കയറി വന്ന വെള്ളത്തെ ഈ ഇമ്പലർ അടിച്ച് ഹൈ പ്രഷറിൽ ഫ്ലൂയിഡ് ഔട്ട്ലെറ്റിലൂടെ പുറമേത്തെ കേസിങ്ങിലൂടെ പുറത്തേക്ക് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ? പുറത്തെ കേസിങ്ങിലൂടെ പുറമേക്ക് പോകുന്നത് കാണുന്നില്ലേ? അപ്പോൾ ഫ്ലൂയിഡ് ഇന്ന് വരുന്ന സെൻറ്ററിലൂടെ പുറമേലൂടെ അടിച്ച് പുറത്തേക്ക് കളയാണ് ചെയ്യുന്നത്.
അപ്പോൾ ആ ഒരു ഫിഗർ നിങ്ങൾ ഈ ഒരു ഫിഗർ നിങ്ങൾ ഒന്ന് നോക്കി വെക്കുക, മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ഫിഗർ റൈറ്റ് സൈഡിലെ ഫിഗറായിട്ട് കമ്പയർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, എങ്ങനെയായിരിക്കും ഈ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് ഉണ്ടാകുക എന്നുള്ള കാര്യം ഒന്ന് ഇമാജിൻ ചെയ്ത് വെക്കുക. ഇനി ഓരോ പാർട്ടായിട്ട് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഒരു 3D ഫിഗറാണ്. സെക്ഷനുള്ളിലേക്ക് വെള്ളം സക്ഷൻ ചെയ്തെടുക്കുകയും അതിനെ ഇമ്പലർ അടിച്ച് മുകളിലോട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന ആ ഒരു ഗ്രാഫിക് ഇമേജാണ് ഈ കാണിക്കുന്നത്. കണ്ടോ, സെൻറ്ററിൽ തന്നെയാണ് വെള്ളം ഉള്ളിലേക്ക് വരുന്നത്. ഇമ്പലർ റൊട്ടേറ്റ് ചെയ്യുകയും അതിൻ്റെ ഇഫക്റ്റ് കൊണ്ട് വെള്ളം ഡെലിവറി പൈപ്പ് വഴി ഡിസ്ചാർജ് ചെയ്ത് പോയി നിങ്ങൾ ചെയ്യുകയാണ് ചെയ്യുക. അപ്പം നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടാവും. അതിൽ പറയുന്നത് എന്താ, എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഈസ് എ റോട്ടോഡൈനാമിക് പമ്പ് ദാറ്റ് യൂസ് എ റൊട്ടേറ്റിംഗ് ഇംപെലർ ടു ക്രിയേറ്റ് ഫ്ലോ ബൈ ദ അഡീഷൻ ഓഫ് എനർജി ടു എ ഫ്ലൂയിഡ്. വേറെ ഒരു ഫിഗറും കൂടി കാണിക്കുന്നുണ്ടാവും. ഈ ഒരു ഫിഗറും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് അല്ലേ. സെൻട്രൽ മുന്നെയാണ് ഫ്ലൂയിഡ് ഇൻലെറ്റായിട്ട് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതിന് പുറമേ ഇമ്പലർ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അതിൻ്റെ പുറമേ ഗൈഡ് വിന് പറയുന്നുണ്ട്, പുറമേ ഒരു കേസിംഗ് ഉണ്ട്. കേസിങ്ങിലൂടെ ഇമ്പലർ പുഷ് ചെയ്ത് വിടുന്ന വെള്ളത്തെ നമ്മളെ ഔട്ട്ലെറ്റ് വാൾവ് വഴി ഔട്ട്ലെറ്റ് പൈപ്പ് വഴി പുറമേ മുകളിലോട്ടേക്ക് ടാങ്കിലേക്ക് പമ്പ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഓരോ പാർട്ടായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇതുപോലെ ഒരു ഫിഗറാണ്. ജസ്റ്റ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കണ്ടില്ലേ, അതാണ് ഇമ്പലർ ഇങ്ങനെയാണ് ഉണ്ടാകുക ഷേപ്പ്. അതിൻ്റെ സെൻറ്ററിൽ കാണുന്നതാണ് വേറൊരു ടൈപ്പ് ഓഫ് വ്യൂ ആണ് കാണുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇമാജിനേഷൻ, അതിൻ്റെ ഉള്ളിലെ വർക്കിംഗ് ഇമാജിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പമ്പിൻ്റെ വർക്കിംഗ് ആണ്. ഇതെല്ലാം നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം വെച്ചാൽ വീട്ടിലിപ്പം എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻ്റ് ഒക്കെ വരികയാണെങ്കിൽ, നിങ്ങൾ ആരോടെങ്കിലും ഡൗട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം, ഇന്നേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഇന്നേ പ്രശ്നങ്ങളായിരിക്കും ദിവസം ഉണ്ടാകുക. അപ്പോൾ അതൊക്കെ പറയാണ്ടിരിക്കാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലെ വർക്കിംഗ് കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇവിടെ വേറെ ടൈപ്പ് ഓഫ് ഇമ്പലർ പറയുന്നുണ്ട്. നോക്കുക, എൻക്ലോസ്ഡ് ഇമ്പലർ, അതേപോലെ സെമി ഓപ്പൺ ഇമ്പലർ, ഓപ്പൺ ഇമ്പലർ. 3 ടൈപ്പ് ഓഫ് ഇമ്പലേഴ്സ് ഇവർ പറയുന്നുണ്ട്. ഈ 3 ഫിഗർ എല്ലാവരും കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. 3 ടൈപ്പ് ഓഫ് ഇമ്പലറാണ് നമുക്കുള്ളത്. അടുത്ത് പറയുന്നതാണ് പമ്പ് കേസിങ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. പുറമേയുള്ള ആ ഒരു ചട്ടക്കൂടാണ് നമ്മൾ പമ്പ് കേസിങ് എന്ന് പറയുന്നത്. അതെന്തിനാണ്? ഇതിനുള്ളിലൂടെയുള്ള വാട്ടർ ഫ്ലോ സ്മൂത്തായിട്ടുള്ള ഫ്ലോന് വേണ്ടിയിട്ടാണ് പമ്പ് കേസിങ്ങും അതിൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് ഡിസൈനും വെക്കുന്നത് അല്ലേ. അങ്ങനെ ആ ഒരു സ്പൈറൽ, ആ ഒരു റൊട്ടേഷൻ ടൈപ്പ് കേസിങ് തന്നെയാണ് ഈ ഒരു പമ്പ് സെറ്റിന് കൊടുത്തിട്ടുള്ളത്. കാരണം വെള്ളം അതേപോലെ ആ ഒരു ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെൻട്രലിലൂടെ വെള്ളം വന്ന് വീഴുന്നു, അത് പുറമേത്തെ കേസിങ്ങിലൂടെ ആ ഒരു ഔട്ടർ സർക്കുലർ ഷേപ്പിലൂടെ പമ്പ് ചെയ്ത് പുഷ് ചെയ്ത് മുകളിലോട്ട് കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പ് കൊടുക്കാൻ കാരണം എന്താണ്? അതിൻ്റെ ഒരു ഫ്ലോ സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് പമ്പ് കേസിങ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡിലൊരു ഫിഗർ നോക്കുക, അതൊരു റിയൽ ആയിട്ടുള്ളൊരു ഇമേജാണ്. നിങ്ങൾ പമ്പ് സെറ്റിലൊക്കെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇമ്പലറിൻ്റെ പുറമേയുള്ള ഇതേപോലത്തെ ഒരു കേസിങ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഉള്ളിൽ ഇമ്പലറാണ് ഉള്ളതെന്നുള്ളത്. റൈറ്റ് സൈഡിൽ നോക്കുക, റൈറ്റ് സൈഡിൽ ആ ഒരു ഇമ്പലർ സെറ്റ് ചെയ്യുന്നത് ഒരു എക്സെൻട്രിക് ആയിട്ടായിരിക്കും. കറക്റ്റ് ഈ ഒരു ഇതിൻ്റെ സെൻറ്ററിലേക്ക് വരാൻ കുറച്ച് എക്സെൻട്രിക് ആയിട്ടായിരിക്കും ഉണ്ടാവുക. കാരണം വെച്ചാൽ ആ ഒരു പ്രഷർ, ഒരു
വെള്ളത്തിന് ഇൻലെറ്റായിട്ട് വരുന്ന വെള്ളത്തിനെ തള്ളി മുകളിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സെറ്റപ്പ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്ത് നോക്കാം പാർട്ട് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ പറയുന്നത് ഇംപെല്ലർ അല്ലേ. ഇംപെല്ലർ എന്ന് പറയുന്നത് എന്താണ്? റൊട്ടേറ്റിംഗ് സോളിഡ് ഡിസ്ക് വിത്ത് കർവ്ഡ് ബ്ലേഡ്സ്. Impeller is mounted on a shaft connected to the shaft of an electric motor. As the impeller rotates, fluid is drawn into the impeller inlet is accelerated as it is forced radially outward. അല്ലേ, എന്താണ് നമുക്ക് റൊട്ടേറ്റിംഗ് സോളിഡ് ഡിസ്ക് ആണെന്ന് പറയുന്നത് വിത്ത് കർവ്ഡ് ബ്ലേഡ്സ് അല്ലേ. മുകളിൽ കണ്ടിട്ടുണ്ട്, മുകളിൽ ഫിഗർ കാണിച്ചിട്ടുണ്ട് ഇംപെല്ലറിൻ്റെ. ഇംപെല്ലർ ഈസ് മൗണ്ടഡ് ഓൺ എ ഷാഫ്റ്റ് അല്ലേ, ഷാഫ്റ്റിൻ്റെ മുകളിലാണ് മൗണ്ടഡ് ചെയ്തതെന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഷാഫ്റ്റ് എവിടെയായിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടാക്കുക? ഇലക്ട്രിക് മോട്ടോറുമായിട്ട് അല്ലേ. നിങ്ങൾ ഈ ഒരു ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വീട്ടിലെ പമ്പിൻ്റെ അടുത്ത് പോയി എന്നിട്ട് നോക്കുക എന്തൊക്കെ ഭാഗങ്ങളാണ് അതിനുള്ളതെന്നുള്ളത്. അപ്പോൾ അതിലൊരു ഇലക്ട്രിക് മോട്ടോർ കണ്ടിട്ടുണ്ടാവും, സെൻറ്റർ ഷാഫ്റ്റ് നിങ്ങൾ കാണുന്നുണ്ട് പുറമേ, അത് കാണാൻ പറ്റുന്നതാവും. അതിൻ്റെ എൻഡിലാണ് ഈ ഇംപെല്ലർ ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഇംപെല്ലറിൻ്റെ പുറമെ കേസിങ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇംപെല്ലർ ഡയറക്റ്റ് കാണാൻ പറ്റില്ല. ആസ് ഇംപെല്ലർ റൊട്ടേറ്റ് അല്ലേ, നമ്മൾ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമുക്കറിയാം അതിൻ്റെ സെൻട്രൽ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും, അതിലൂടെ ഈ ഒരു ഇംപെല്ലർ റൊട്ടേറ്റ് ചെയ്യും അല്ലേ. ഫ്ലൂയിഡ് ഈസ് ഡ്രോൺ ഇൻ ടു ദ ഇംപെല്ലർ ഇൻലെറ്റ്. ഫ്ലൂയിഡ് എന്ത് സംഭവിക്കും? താഴത്തെ നമ്മളെ കിണറ്റിനുള്ളിലുള്ള വെള്ളത്തെ സക്ക് ചെയ്ത് മുകളിലേക്ക് ഇൻലെറ്റിലേക്ക് എത്തിക്കും. അടുത്തെന്താ? ആ വെള്ളത്തെ ഈസ് ആക്സലേറ്റഡ് ആസ് ഇറ്റ് ഈസ് ഫോഴ്സ്ഡ് റേഡിയലി ഔട്ട്വേർഡ്. ആ ഒരു വെള്ളത്തെ സക്ക് ചെയ്തെടുക്കുന്ന വെള്ളത്തെ ആക്സലറേറ്റ് ചെയ്ത് മുകളിലോട്ടേക്ക് പമ്പ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഈ ഇംപെല്ലറിൻ്റെ ഫങ്ഷൻ അതാണ്. താഴെ നിന്നുള്ള വെള്ളത്തെ മുകളിലോട്ടേക്ക് സക്ക് ചെയ്തെടുക്കുകയും ആ വെള്ളത്തെ ആക്സലറേറ്റഡ് ചെയ്തിട്ട് മുകളിലോട്ട് പമ്പ് ചെയ്ത് വിടുകയാണ് ചെയ്യുക. അടുത്ത പറയുകയാണ് കേസ്, പുറമെയുള്ള കേസിങ്. എയർ ടൈറ്റ് പാസേജ് അറൗണ്ട് ദ ഇംപെല്ലർ. ഇംപെല്ലറിൻ്റെ എന്താണ്? എയർ ടൈറ്റ് പാസേജ് അറൗണ്ട് ദ ഇംപെല്ലർ കേസിങ്. അടുത്ത സക്ഷൻ പൈപ്പ് ആൻഡ് ഡെലിവറി പൈപ്പ്. ഞാൻ പറഞ്ഞു 2 ടൈപ്പ് പൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. നമുക്ക് വെള്ളം ഒന്ന് പമ്പിൻ്റെ ഉള്ളിലേക്ക് സക്ക് ചെയ്തെടുക്കാനും ഒന്ന് പുറമേക്ക് റിജക്റ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഡെലിവറി പൈപ്പ് ഉള്ളത് അല്ലേ. Pipe whose one end is connected to the inlet of pump. Pipe whose one end is connected to the inlet of pump and other end dipped in a sump is known as suction pipe അല്ലേ. പൈപ്പിൻ്റെ ഒരു പൈപ്പ് എടുക്കുക, ഒരു പൈപ്പിൻ്റെ ഇൻലെറ്റ്, ഒരു പൈപ്പിൻ്റെ ഒരു എൻഡ് ഇൻലെറ്റ് ആയിട്ട് പമ്പിലെ ഇൻലെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ പൈപ്പിൻ്റെ മറ്റേ എൻഡ് താഴെ സമ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. നമ്മൾ കിണറ്റിൽ ഉപയോഗിക്കുന്ന പമ്പിൻ്റെ അതിൽ ഉള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. കിണറ്റിലേക്ക് ഒരു പൈപ്പ് ഇറക്കി വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ ഒരു എൻഡ് വെള്ളത്തിലേക്ക് മുക്കി വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ എൻഡിൽ നമ്മൾ സ്ട്രെയിനറും ഫുഡ് വാൾവും ഒക്കെ ഉണ്ടാവും. മറ്റേ എൻഡ് ഈ പമ്പിൻ്റെ ഇൻലെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അടുത്ത എന്താ? പൈപ്പ് ഹൂസ് വൺ എൻഡ് ഈസ് കണക്റ്റഡ് ടു ദ ഔട്ട്ലെറ്റ് ഓഫ് ദ പമ്പ്. The other end deliver the working fluid at required height is known as delivery pipe. അടുത്ത പൈപ്പ് എന്താണ്? അടുത്ത പൈപ്പ് ഈ പമ്പിൻ്റെ ഒരെൻഡിലായിട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ ഔട്ട്ലെറ്റിൽ പമ്പിൻ്റെ ഔട്ട്ലെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. മറ്റേ എൻഡ് നേരെ എവിടെയാണ്? ഒന്നെങ്കിൽ ടാങ്കിലേക്കോ അല്ലെങ്കിൽ എവിടെയാണോ ഈ വെള്ളം ഡിസ്ചാർജ് ചെയ്യുന്നത് അവിടത്തേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ 2 പൈപ്പാണെന്നുള്ളത്, സക്ഷൻ പൈപ്പ് ആൻഡ് ഡെലിവറി പൈപ്പ് അല്ലേ. അതിൽ ഈ ഒരു സ്ലൈഡിൽ റണ്ണേഴ്സ് ഇംപെല്ലറെ പറ്റി പറഞ്ഞു, കേസിങ്ങിനെ പറ്റി പറഞ്ഞു, സക്ഷൻ പൈപ്പ് ആൻഡ് ഡെലിവറി പൈപ്പ് പറഞ്ഞു. വിത്ത് മോട്ടറും കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് പറയണം. കാരണം വെച്ചാൽ ഈ മോട്ടറാണ് നമ്മൾ ഈ ഒരു ഇംപെല്ലറിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ മോട്ടറും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം പറയാൻ. പിന്നെ ഇതിൽ നമുക്ക് പറയാനുള്ളത് ഫുഡ് വാൾവ് പറയണം,
സ്ട്രെയിനർ പറയണം, അതേപോലെ ഡെലിവറി വാൾവ് പറയണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളും കൂടി നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് വേണം പാർട്ട് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് പറയാൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ഫിഗർ വരച്ച് ഇതേപോലെ എല്ലാ പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം നിങ്ങൾ. അടുത്ത വർക്കിംഗ് പറയാണ്. വർക്കിംഗ് എന്താ? വർക്കിംഗ് ഫ്ലൂയിഡ് എൻറ്റേഴ്സ് ദ പമ്പ് അറ്റ് ദ സെൻറ്റർ ഓഫ് റൊട്ടേറ്റിംഗ് ഇമ്പലർ. പറഞ്ഞു അല്ലേ, വർക്കിംഗ് ഫ്ലൂയിഡ് എൻറ്റേഴ്സ് ദ പമ്പ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ റൊട്ടേറ്റിംഗ് ഇമ്പലർ. വർക്കിംഗ് ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നത് ഇമ്പലറിൻ്റെ സെൻറ്ററിലേക്കാണ് അല്ലേ, ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ഇമ്പലർ ഇമ്പാക്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓൺ ദ ലിക്വിഡ് എൻറ്റേർഡ് ഇൻ ദ ഇമ്പലർ ആൻഡ് ത്രോ ദ ലിക്വിഡ് ടുവേർഡ്സ് ദ ഔട്ടർ പെരിഫറി ഓഫ് ദ ഇമ്പലർ അല്ലേ. ഓക്കെ, ഈ ഇമ്പലർ എന്താണ്, ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇൻലെറ്റിലേക്ക് വരുന്ന വെള്ളത്തെ ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഇമ്പലർ പുറമേക്ക് പുഷ് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് തള്ളി വിടുകയാണ് ചെയ്യുന്നത്. അടുത്തെന്ന് പറയുന്നത് ഔട്ട്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് ലിക്വിഡ് ഇൻ ദ ഇമ്പലർ ക്രിയേറ്റ് എ പെർട്ടിക്കുലർ വാക്വം നിയർ ദ ഐ ഓഫ് ദ ഇമ്പലർ അല്ലേ. ഐ ഓഫ് ദ ഇമ്പലർ പറഞ്ഞു, സെൻട്രലായിട്ടാണ് ഈ ഐ ഓഫ് ദ ഇമ്പലർ വരിക. അടുത്തെന്താണ്, കോൺസിക്വൻ്റ്ലി ലിക്വിഡ് ഫ്രം ദ സമ്പ് ഈസ് സക്ക്ഡ് ഇൻ ടുവേർഡ്സ് ദ ഇമ്പലർ ഐ അല്ലേ. താഴത്തെ വെള്ളത്തെ ഇമ്പലർ ഐയിലേക്ക് പമ്പ് ചെയ്ത് വിടുന്നു. ആൻഡ് എൻ്റർ ത്രൂ ദ ഇൻലെറ്റ് ടിപ്പ് ഓഫ് ദ ഇമ്പലർ വെയിൻ. Thus there is a continuous flow of liquid from sump to casing. നോക്കുക, liquid from the sump is sucked in towards the impeller eye and enters through the inlet tip of impeller veins. Okay, പറഞ്ഞതാണ്. Thus there is a continuous flow of liquid from the sump to casing അല്ലേ. ഈ ഒരു ഇഫക്റ്റ് കൊണ്ട് സമ്പിൽ നിന്നുള്ള ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് ഇതാണ് കേസിങ് ഒരു കേസിങ്ങിലേക്ക് എത്തിക്കുന്നു. അടുത്തെന്താ പറയാനുള്ളത്, അപ്പം അതിൽ അതാണ് ആ ഒരു പോയിൻ്റാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ടാണ് അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും. ഈ വാക്വം എന്താണ് താഴെയുള്ള വെള്ളത്തെ മുകളിലോട്ടേക്ക് പമ്പ് ചെയ്ത് കയറ്റുകയാണ് ചെയ്യുക, വലിച്ച് മുകളിലോട്ടേക്ക് സക്ക് ചെയ്ത് മുകളിലോട്ടേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു വാക്വം കൊണ്ടാണ്, വാക്വം പ്രഷർ കൊണ്ട് എന്താണ് താഴെ സമ്പിലെ വെള്ളത്തെ മുകളിലോട്ടേക്ക് വലിച്ച് ഇമ്പലർ ഐയിലൂടെ ഈ ഒരു കേസിങ്ങിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നു. അടുത്ത പറയുന്നത് ലിക്വിഡ് ലിവിങ് ദ ഇമ്പലർ വെയിൻ ഈസ് അറ്റ് എ ഹൈ പ്രഷർ ആൻഡ് ഹൈ വെലോസിറ്റി. അടുത്ത പറയുന്നതാണ് ഇപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ കേസിങ്ങിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്തുകയും അവിടുന്ന് ഈ ഇമ്പലർ ഇഫക്റ്റ് കൊണ്ട് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാകുകയും ഫോഴ്സ് കൊണ്ട് എന്താണ് ഈ ഒരു വെള്ളത്തിനുണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ പ്രഷർ കൂടുകയും അതേപോലെ വെലോസിറ്റി കൂടുകയും ചെയ്യുന്നു. ഈ ഒരു ഹൈ പ്രഷർ ഹൈ വെലോസിറ്റി വെള്ളത്തെ എന്താണ് ഔട്ട്ലെറ്റ് ഡെലിവറി വാൾവ് ഔട്ട്ലെറ്റ് ഡെലിവറി പൈപ്പ് വഴി മുകളിലോട്ടേക്ക് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പ്രഷർ ചെയ്ത് തള്ളിക്കയറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, ദി ലിക്വിഡ് ലിവിങ് ദ ഇമ്പലർ വെയിൻ ഈസ് അറ്റ് എ ഹൈ പ്രഷർ ആൻഡ് വെലോസിറ്റി. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, ദ വെലോസിറ്റി ഹെഡ് ഈസ് കൺവേർട്ടഡ് ടു പ്രഷർ ഹെഡ് ഇൻ ദ കേസിങ്. ഇതൊരു പോയിന്റാണ്, ദ വെലോസിറ്റി ഹെഡ് ഈസ് കൺവേർട്ടഡ് ടു പ്രഷർ ഹെഡ് ഇൻ ദ കേസിങ്. ഇപ്പോൾ കേസിങ്ങിൻ്റെ ഉള്ളിലേക്ക് എത്തുന്ന വെള്ളത്തെ എന്താണ് അതിൻ്റെ ആ ഒരു വെലോസിറ്റി ഹെഡിനെ എന്താക്കി മാറ്റും, പ്രഷർ ഹെഡാക്കി മാറ്റും, പ്രഷറിലേക്ക് മാറ്റും, ഹൈ പ്രഷറിലേക്ക് ഹൈ വെലോസിറ്റിയിലേക്ക് എത്തുന്ന വെള്ളത്തെ ഹൈ പ്രഷറിലേക്ക് ആക്കി മാറ്റിയിട്ടാണ് മുകളിലോട്ടേക്ക് പമ്പ് ചെയ്ത് വിടുന്നത് അല്ലേ. അപ്പോൾ ഒന്നും കൂടി ആ ഫിഗർ വെച്ചിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം, നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ ഫിഗർ എന്ന് പറഞ്ഞു അല്ലേ. ഫിഗറിൻ്റെ പാർട്ടുകളും കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഒരു പൈപ്പ് സെക്ഷൻ പൈപ്പ് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ആ സെക്ഷൻ എവിടത്തേക്കാണ് ഐ ഓഫ് ദ പമ്പുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ മോട്ടർ സ്റ്റാർട്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ ഐ ഓഫ് ദ പമ്പും
റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്താണ്, ഇതിനുള്ളിൽ കംപ്ലീറ്റ് വാക്യൂം എല്ലാം ഉണ്ടാക്കുക. നോർമലി വെള്ളം ആദ്യം നമ്മൾ കുറച്ച് ഫില്ല് ചെയ്ത് വെക്കും അല്ലേ. പ്രൈമിങ് പ്രോസസ്സ് ഇതിൽ ചെയ്യും. പ്രൈമിങ് ആണ് അതിനെ പറയുക. വെള്ളം ഇതിലേക്ക് ഫില്ല് ചെയ്ത് വെക്കും. പിന്നെന്ത് ചെയ്യും, ഇതിൻ്റെ റൊട്ടേഷൻ വരുമ്പോൾ ഈ ഇംപെല്ലർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്താണ്, ആ വെള്ളത്തിനൊരു മൂവ്മെൻറ്റ് വരില്ലേ. അപ്പോൾ ഈ വെള്ളം എന്താണ് മുകളിലോട്ടേക്ക് തള്ളാൻ തുടങ്ങും. അപ്പോൾ എന്താണ്, ഈ ഒരു സക്ഷൻ പൈപ്പിൽ ഒരു വാക്യൂം പ്രഷറാണ്, ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. മുകളിലോട്ടേക്ക് വെള്ളം സക്ക് ചെയ്യുന്ന ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഈ ഫുട്ബോൾ ഓപ്പൺ ചെയ്ത് താഴത്തെ സമ്പ് എന്നുള്ള വെള്ളം മുകളിലോട്ടേക്ക് കയറി വരാനും തുടങ്ങും. കയറി വന്ന് ഐ ഓഫ് ദ പമ്പിൻ്റെ അല്ലേ, ആ പമ്പിൻ്റെ സെൻട്രൽ ഭാഗത്തിലൂടെയാണ് ഉള്ളിലേക്ക് കടന്നു വന്ന് ഈ ഇംപെല്ലറിൻ്റെ ഉള്ളിലൂടെ ഫ്ലോ ചെയ്യും. ഈ ഇംപെല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ട് എന്ത് സംഭവിക്കും, ഈ ഇൻലെറ്റിലേക്ക് വന്ന വെള്ളത്തിൻ്റെ പ്രഷറും വെലോസിറ്റിയും കൂടി അത് ആ ഒരു ഹൈ പ്രഷർ ഹൈ വെലോസിറ്റി ഉള്ള വെള്ളത്തെ നമ്മൾ ഡെലിവറി പൈപ്പ് വഴി മുകളിലോട്ടേക്ക് പമ്പ് ചെയ്ത് വിടുകയാണ്, പ്രഷർ ചെയ്ത് തള്ളി വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് പറയാനുള്ളത്. പക്ഷേ ഇതിൽ ഒരു മോട്ടർ കൂടി കാണിച്ചിട്ടില്ല. മോട്ടറും കൂടി ഉണ്ട് ഒരു സൈഡിൽ അല്ലേ. ഇംപെല്ലറിൻ്റെ സെൻട്രൽ ഷാഫ്റ്റ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മോട്ടറിലേക്കാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം കേട്ടോ. ഈ ഒരു പമ്പിൻ്റെ ഒരു സൈഡിൽ മോട്ടറും കൂടിയുണ്ട്. അപ്പം നിങ്ങൾ വീട്ടിലെ പമ്പ് സെറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിലൊരു മോട്ടർ ഉണ്ടാവും. അതിൻ്റെ സൈഡിലാണ് ഈ പറഞ്ഞ പോലെ ഇംപെല്ലറിൻ്റെ കേസിങ്ങും കാര്യങ്ങളൊക്കെ. കേസിങ് ആയിരിക്കും പുറമേ കാണാം. അതിന് രണ്ട് സൈഡിലേക്ക് പൈപ്പ് പോയതായിട്ട് കാണാൻ പറ്റും. അത്രയേ ഉള്ളൂ. അധികം പാർട്ടും കാര്യങ്ങളൊന്നും ഇതിലില്ല. സിമ്പിളാണ്. ഒരു വലിയൊരു മോട്ടറും അതിൻ്റെ എൻഡിലേക്ക് ഒരു കേസിങ്ങിൻ്റെ ഉള്ളിൽ ഇംപെല്ലറും കാര്യമെല്ലാം ഉണ്ടാവും. രണ്ട് പൈപ്പ് മുകളിലോട്ടേക്കും താഴോട്ടേക്കും പോകാനുള്ള രണ്ട് പൈപ്പും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇത്രയും ഇതിനുള്ളൊരു ഭാഗങ്ങൾ എന്ന് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഈ ഒരു ഫിഗർ വരയ്ക്കാൻ ഞാൻ പറയാം. ഇതിൻ്റെ എങ്ങനെയാണ് ഇത് എഴുതേണ്ട ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഒരു ഫിഗർ നീറ്റായിട്ട് വരയ്ക്കുക. കൈ കൊണ്ടൊരു സ്കെയിലും ഇതൊക്കെ വെച്ചിട്ട് തന്നെ വരയ്ക്കുക. നീറ്റായിട്ട് വരച്ച് ഓരോ ഭാഗങ്ങളായിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഓരോ ഭാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഞാൻ താഴെ പറഞ്ഞ പോലെ ഓരോ ഭാഗങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം അതിൽ ഉണ്ടാകുന്ന വർക്കിംഗ് എന്താണോ ഇതിൽ നടക്കുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. പാരഗ്രാഫായിട്ട് വർക്കിംഗ് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൽ പറയാനുള്ളത്. നമുക്ക് ഒരു ടൈപ്പും കൂടി പറയാനുള്ളതുണ്ട്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ് നോർമലി നമുക്ക് പഠിക്കാനുള്ള തന്നെയാണ്. പക്ഷേ നമ്മൾ അധികം ഉപയോഗിക്കാത്തൊരു ടൈപ്പ് പമ്പാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് പഠിച്ചെടുക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് നമുക്കത് അടുത്ത ക്ലാസ്സിലേക്ക് പറയാം. ഇന്ന് നമുക്ക് ഈ സെൻട്രിഫ്യൂഗൽ പമ്പിനെ പറ്റിയാണ് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടൈപ്പും കാര്യങ്ങളിലും ഒന്ന് നോട്ട് ചെയ്തൊക്കെ എല്ലാവരും പറഞ്ഞ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ 2 ടൈപ്പ്, സെൻട്രിഫ്യൂഗലും റെസിപ്രോക്കേറ്റിംഗ് പമ്പും. സെൻട്രിഫ്യൂഗൽ പമ്പാണ് നമ്മളിവിടെ പറഞ്ഞത് അല്ലേ. ഫിഗറും കാര്യങ്ങളിലും ഒന്നും കൂടി എല്ലാവരും ഒന്ന് നോക്കുക.